Good morning, students. Today we are discussing the definition and features of accounting. In the last session, we discussed some basic terms such as bookkeeping, accounting, accountancy, etc. And today we are going to explain the definition of accounting. So we can say that accounting is an art of recording all transactions of business and knowing the result of carrying out the business activity. ഓക്കെ, ലാസ്റ്റ് ടൈം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ആൻഡ് നോയിങ് ദ റിസൾട്ട് ഓഫ് ക്യാരിയിങ് ഔട്ട് ദി ബിസിനസ് ആക്ടിവിറ്റി. ദിസ് ഈസ് അക്കൗണ്ടിംഗ്. ഓക്കെ, സോ ലെറ്റ് us explain a clear definition for the term accounting. It is a definition given by AICPA, American Institute of Certified Public Accountants. That is the expansion of AICPA. In 1941, AICPA had defined accounting, and the definition is: accounting is the art of recording, classifying, and summarizing in a significant manner and in terms of money, transactions, and events which are in part at least of financial character and interpreting the results thereof. സോ AICPA ഡിഫൈൻ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ഇറ്റ്സ് എ പ്രോസസ് ഓർ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ചേരുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ആർട്ടാണ് അക്കൗണ്ടിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഓക്കെ, ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ ഒരു ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. ഇതിനെയാണ് ഓൾ ഇൻ ഓൾ നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേമിന് AICPA കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ. ദിസ് ഈസ് ദ മോസ്റ്റ് മോഡേൺ ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മോഡേൺ ഡെഫിനേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ഡെഫിനേഷൻ എന്ന് പറയുമ്പം പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിനൊക്കെ മുമ്പ് തന്നെ പഴയ കാലങ്ങളിൽ ഹിസ്റ്റോറിയൻസ് പറയുന്നത് അന്നും അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അന്നത്തെ കാലത്ത് ഈ ലൈവ് സ്റ്റോക്ക്, കന്നുകാലികളുടെ കണക്ക്, അതുപോലെ തന്നെ ക്രോപ്സ്, ഇതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ടോക്കൺസ് അവർ പണ്ട് യൂസ് ചെയ്തിരുന്നതിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു മോഡേൺ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ളത് ഏതാണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ 1941 AICPA ഈ പറയുന്ന ഡെഫിനേഷൻ അക്കൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചാലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, by studying this definition you can learn some important concepts in accounting or you will get a better understanding of accounting. നിങ്ങൾക്ക് എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇത് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടാ അല്ലേ. സോ ഫസ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട്. ഓക്കെ, സോ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് റിക്വയേഴ്സ് ദ യൂസ് ഓഫ് സ്കിൽസ് ആൻഡ് ക്രിയേറ്റീവ് ജഡ്ജ്മെൻറ്റ്. ഒരു ആർട്ട് വർക്ക് എന്ന് പറയുമ്പം ഏത് ആർട്ടാണെങ്കിലും ഏത് ഫോം ഓഫ് ആർട്ടാണെങ്കിലും അതിന് എന്താവശ്യമാണ്? എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ജഡ്ജ്മെൻറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലും ഈ പറയുന്ന ഒരു സ്കില്ല് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ ഒരു ക്രിയേറ്റീവ് ജഡ്ജ്മെൻറ്റ് ആവശ്യമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. ഓക്കെ, ആൻഡ് വൺ ഹാസ് ടു ബി ട്രെയിൻഡ് ഇൻ ദിസ് ഡിസിപ്ലിൻ ടു ബി ഏബിൾ ടു പെർഫോം അക്കൗണ്ടിങ് ഫങ്ഷൻസ് വെൽ. അപ്പോൾ ഏത് ആർട്ട് ഫോം ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രെയിനിങ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ട്രെയിനിങ് വേണം അല്ലേ. അതേപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഒരു അക്കൗണ്ടൻറ്റിന് കൃത്യമായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഹി നീഡ് സം സോർട്ട് ഓഫ് ട്രെയിനിങ്.
ഓക്കെ, സോ അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട്. ഡെഫിനേഷൻ ഓർക്കുക, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട്. അപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് സയൻസ് എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. അക്കൗണ്ടിങ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ സയൻസ്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ബിക്കോസ് ഇറ്റ് ഈസ് എ ബോഡി ഓഫ് നോളജ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആണ്, അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസും ചില കൺസെപ്റ്റ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ബോഡി ഓഫ് നോളജ് ആണ്. അതുകൊണ്ടാണ് അതിനൊരു സയൻസ് എന്ന് പറയുന്നത്. ഹവർ അക്കൗണ്ടിങ് ഈസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ്. ഓക്കെ, ഒരിക്കലും നമ്മുടെ നാച്ചുറൽ സയൻസിന് പറയുന്ന പോലെ ഒരു എക്സാക്ട് സയൻസ് എന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിനെ പറയാൻ പറ്റില്ല. കാരണം ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. അപ്പം പ്യുവർ സയൻസിൽ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിൽ നമുക്ക് എന്താണ്, അവിടെ ഒരിക്കലും ആ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഒന്നും ചേഞ്ച് ചെയ്യില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഫസ്റ്റ് ഫീച്ചർ. അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട്. ആർട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ ഇറ്റ്സ് ഓൾസോ എ സയൻസ്, ആൻ ഇൻഎക്സാക്ട് സയൻസ്. ഇറ്റ്സ് നോട്ട് ആൻ എക്സാക്ട് സയൻസ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. അങ്ങനെയാണ് അല്ലേ ആ ഡെഫിനേഷൻ അവർക്ക്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. സോ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ഇന്റർ കണക്റ്റഡ് ഫേസസ്. ഇന്റർ കണക്റ്റഡ് ഫേസസ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുന്ന ആ ഒരു 3 കാര്യങ്ങളെയാണ് ഇന്റർ കണക്റ്റഡ് ഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് പെർട്ടൈൻസ് ടു റൈറ്റിംഗ് ഡൗൺ ഓർ കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. കൃത്യമായിട്ട് അതാത് സമയത്ത് നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. ക്ലാസിഫൈയിങ് എന്ന് പറഞ്ഞാലോ, ക്ലാസിഫൈയിങ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് സിമിലർ ഐറ്റംസ് ദാറ്റ് ഹാവ് ബീൻ റെക്കോർഡഡ്. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഒരേ തരത്തിലുള്ള ഐറ്റത്തിന് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് റെക്കോർഡിംഗ് ആണ്. എല്ലാ ട്രാൻസാക്ഷൻസും വിത്ത് ഡേറ്റ് ആൻഡ് ടൈമില്ല, വിത്ത് ഡേറ്റ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ക്ലാസിഫിക്കേഷൻ മീൻസ് ഗ്രൂപ്പിംഗ് ടുഗദർ. ഓക്കെ, അപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുമിച്ച്, സെയിൽസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച്, അതുപോലെ തന്നെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരുമിച്ച്, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് അല്ലേ. അപ്പോൾ സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ വൺസ് ദി ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ്, information is summarized into reports which we call financial statements. അപ്പോൾ ഈ സമ്മറൈസ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്യും. ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ഇൻവോൾവ്സ് ഇന്റർ കണക്റ്റഡ് ഫേസസ് സച്ച് ആസ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും ബൈ ഡേറ്റ് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് റെക്കോർഡിംഗ്. ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ സിമിലർ ഐറ്റംസ് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. അടുത്തതാണ് സമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ preparation of a summary report, that is the preparation of financial statements. Okay, അപ്പോൾ ഡെഫിനേഷൻ അവസാനിച്ചിട്ടില്ല. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ഹാവിങ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയിയെ നമ്മൾ പുതിയതായിട്ട് ഹയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ദാറ്റ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് നോട്ട് ടു ബി റെക്കോർഡഡ്. പക്ഷേ ആ ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം പൂർത്തിയാകുന്ന മുറയ്ക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, പർട്ടിക്കുലർ എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ നേച്ചറുള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു, പേയ്മെൻറ്റ് ഓഫ് സാലറി. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്? അതാണ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഹാവിങ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു എംപ്ലോയി അപ്പോയിൻറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം
റെക്കോർഡ് ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷൻ അല്ല. പക്ഷെ അപ്പോയിൻറ്റ് ചെയ്യുന്ന എംപ്ലോയിക്ക് സാലറിയോ മറ്റുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് ഓഫീസ് ബിൽഡിംഗ്, സെയിൽ ഓഫ് ഗുഡ്സ്, ഇതൊക്കെ എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതാണ്. എന്തെങ്കിലും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് അല്ലേ. ബിൽഡിംഗ് പർച്ചേസ് ചെയ്താൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്, ഗുഡ്സ് വിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് കൃത്യമായിട്ട് ദേ ആർ അസൈൻഡ് എമൗണ്ട്സ് വെൻ പ്രോസസ്ഡ് ഇൻ ആൻ അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ നീഡ് ടു റെക്കോർഡ്, ബട്ട് ദർ ഇസ് എ നീഡ് ടു റെക്കോർഡ് വെൻ ദ കമ്പനി ഈസ് പേയിങ് സാലറി. ഓക്കെ. ഇപ്പോൾ ഏപ്രിലാണ് ഒരു എംപ്ലോയീനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഏപ്രിൽ മാസം അവസാനിക്കുന്നതോടുകൂടി എംപ്ലോയിയുടെ സാലറി, ഏപ്രിൽ കഴിഞ്ഞ് മെയ് 1 സാലറി ഡ്യൂ ആവും അല്ലേ. അപ്പോൾ സാലറി കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു മോണിറ്ററി ഫിഗർ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ₹20,000 സാലറി എക്സ്പെൻസസ്, ഇറ്റ് ഈസ് ടു ബി റെക്കോർഡഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നുകൂടെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഓർക്കുക. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഇത്രയും ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആ ഡെഫിനേഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട്സ് ഈസ് ദ പാർട്ട് ഓഫ് ഫേസസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൻ്റെ പാർട്ടാണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുന്ന 3 ഫേസസ് വരുന്നില്ലേ, അതിൻ്റെ ഒരു പാർട്ടാണ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ഈസ് യൂസ്ലെസ് ഇഫ് ദേ കനോട്ട് ബി ഇൻ്റർപ്രറ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു കൃത്യമായിട്ടുള്ള സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കൃത്യമായുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ ആ കമ്പനി റെക്കോർഡ് ചെയ്തതും സമ്മറൈസ് ചെയ്തതും അല്ലെങ്കിൽ അത് ക്ലാസിഫൈ ചെയ്തൊക്കെ വെറുതെ ആവില്ലേ. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഒരു കമ്പനിക്ക് അവർ ആ വർഷം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. ദ എമൗണ്ട്സ്, ഫിഗേഴ്സ് ആൻഡ് അതർ ഡേറ്റ ഇൻ ദി ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഹാവ് മീനിങ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ദി യൂസേഴ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് കാണാൻ താല്പര്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അറിവിലേക്കായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്തിരിക്കണം, പബ്ലിഷ് ചെയ്യണം. ഓക്കെ. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇൻ്റർപ്രിറ്റേഷനിലൂടെ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്. അതിന് സാധ്യമാണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഏതൊരാൾക്കും സാധിക്കുന്ന രീതിയിലായിരിക്കണം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് in a significant manner in terms of money transactions and events which are in part at least of financial character and interpreting the results thereof. Okay. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ ഫീച്ചേഴ്സൊക്കെ പറയാൻ പറ്റുന്നൊരു ഡെഫിനേഷനാണ്. അപ്പോൾ കാണാതെ പഠിക്കേണ്ടുന്ന ഒരു ഡെഫിനേഷനുമാണ്. ഓക്കെ. ഇനി അക്കൗണ്ടിങ്ങിന് വേറൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ആദ്യത്തേതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ 1966 ദ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ, AAA എന്ന് പറയുന്ന അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ബൈ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതും കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്. പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് മെഷർ ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ബൈ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇതിലെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ ആൻഡ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ,
ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ എന്താണ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ഡിസിഷൻ by users of information. Okay.